നേരത്തെ പറഞ്ഞ ക്വാഷ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവിൻ്റെ താഴെ ഒരു 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 വരിയുണ്ടായിരുന്നു. ഹൗവർ ദ അലിഗേഷൻസ് എഗെയിൻസ്റ്റ് ദി അക്യൂസ്ഡ് ആർ എക്സ്ട്രീംലി സീരിയസ് ആൻഡ് ദേ നീഡ് ടു ബി ഇൻവെസ്റ്റിഗേറ്റഡ് ഇൻ. അതുകൊണ്ട് അതിന് നടപടിയെടുക്കണം എന്ന് കോടതി പറഞ്ഞിരുന്നു. അവിടെ നിന്നാണ് ഇതിൻ്റെ സത്യം വീണ്ടും ചലിക്കാൻ തുടങ്ങിയത്. ഈ ഇത്തവണ സത്യം ചലിച്ചത് ആരിലൂടെയാണെന്നറിയാമോ? അതാണ് ഇതിൽ ഏറ്റവും സ്ട്രേഞ്ച്. പ്രതിയിലൂടെ സത്യം ചലിക്കാൻ തുടങ്ങി. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്ത് സ്ട്രേഞ്ചാണ്. പ്രതിയായ ആൻ്റണി രാജു തന്നെ അദ്ദേഹത്തിന് തോന്നുന്നു ഹൗവർ ദി അലിഗേഷൻസ് ആർ സീരിയസ് എന്ന് പറഞ്ഞ ഭാഗം ക്വാഷ് ചെയ്ത് അവിടവും കൂടെ കളഞ്ഞാൽ ഈ കേസ് എന്നേക്കുമായി തീർന്നു. അതിന് അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിക്കുന്നു. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു ഏതോ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗൻ്റ്, എനിക്ക് അദ്ദേഹത്തെ അറിയത്തുമില്ല, എനിക്കറിയില്ല, ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുമില്ല. അപ്പോൾ അങ്ങനൊരു ആൾ പോവുകയും അദ്ദേഹവും ഇതിൽ കക്ഷി ചേരുന്നതിനെക്കുറിച്ച് അപ്പോൾ 2 ചോദ്യങ്ങളാണെന്ന് തോന്നുന്നു അന്ന് സുപ്രീം കോടതി പരിഗണിച്ചത്. ഒന്ന്, ഇതിൽ പബ്ലിക് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് കണ്ടെത്തി. അദ്ദേഹം അതിന് വളരെ അസന്നിഗ്ധമായിട്ട് പറഞ്ഞു ഇതിൽ പബ്ലിക് ഇൻട്രസ്റ്റ് ഉണ്ട്. 2, ഈ ക്വാഷ് ചെയ്ത നടപടി ശരിയാണോ? അത് അവിടെയാണ് ഇതിൻ്റെ വഴിത്തിരിവ്. അദ്ദേഹം വളരെ സ്പീക്കിംഗ് ആയിട്ടൊരു ഓർഡറിൽ ബഹുമാനപ്പെട്ട ഇന്ത്യയിലെ പരമോന്നത ന്യായപീഠം പറഞ്ഞു, ഇത് ക്വാഷ് ചെയ്യപ്പെട്ടത് ജസ്റ്റിഫയബിൾ അല്ല, അതുകൊണ്ട് ഇതിൻ്റെ FIR റെസ്റ്റോർ ചെയ്തിരിക്കുന്നു. അങ്ങനെ FIR റെസ്റ്റോർ ചെയ്യുകയും അതുമാത്രമല്ല, എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയത് 1 വർഷത്തിനകം ഇത് വിചാരണ പൂർത്തിയാക്കണമെന്ന് പറഞ്ഞ് ഇത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇത് മജിസ്ട്രേറ്റ് കോടതിക്ക് നിർദ്ദേശം കൊടുക്കുന്നു. ജസ്റ്റിസ് CT രവികുമാർ മലയാളി, അദ്ദേഹം ഏറ്റവും അവസാനം പറഞ്ഞ ഓർഡറുകളിലൊന്നാണത്. ആണല്ലോ, ശരിയാണ്. പക്ഷേ ഇതിൽ നമ്മൾ ഓർക്കേണ്ട കാര്യം, ഇങ്ങനെയൊക്കെ ഒരു കേസ് അവസാനിക്കാൻ സുപ്രീം കോടതിയുടെയൊക്കെ ഇടപെടൽ വേണോ? ഇതൊക്കെ നാച്ചുറലായിട്ട് തന്നെ സംഭവിക്കേണ്ട കാര്യമല്ലേ? എന്തുകൊണ്ടത് സംഭവിക്കുന്നില്ല? എസ്പെഷ്യലി അതിൽ ഉൾപ്പെട്ടവർ പവർഫുൾ ആവുമ്പോൾ എന്തുകൊണ്ട് നിയമം എഴയുന്നു, സംവിധാനങ്ങൾ എഴയുന്നു? എന്തുകൊണ്ട് ഈവൻ കോടതികളിൽ പോലും ഇത് എഴയുന്നു? അവിശ്വസനീയമായ ഡിലേ അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുക. 8 കൊല്ലം ഇവിടുത്തെ വഞ്ചിയൂർ കോടതിയിലും 8 കൊല്ലം നെടുമങ്ങാട് കോടതിയിലും. വഞ്ചിയൂർ കോടതിയിൽ 8 വർഷം ഇരിക്കുമ്പോൾ പ്രതികളാണ് അവിടെ ആവശ്യപ്പെടുന്നത്. ഞാൻ ഈ കോടതിയിലെ പ്രാക്ടീസിൽ ലോയറാണ്, അപ്പോൾ മറ്റേ ആൾ പറയുന്നു ഞാൻ ഈ കോടതിയിലെ സ്റ്റാഫാണ്. അതുകൊണ്ട് അവരൊരുമിച്ച് പറയുന്നു ഞങ്ങൾ 2 പേരും ഇവിടെ നിൽക്കുമ്പോൾ ഈ കേസ് ഇവിടെ ഈ കോടതിയിൽ ട്രയൽ നടത്തിയാൽ നന്നാവില്ല, ഇവിടെ നിന്ന് മാറ്റണമെന്ന്. സാധാരണ പ്രോസിക്യൂഷനും പോലീസും ഒക്കെ ഉന്നയിക്കുന്ന പോയിന്റ് അവരുന്നയിക്കുന്നു, അടുത്ത കോടതിയിലേക്ക് വിടുന്നു, അവിടെ 8 വർഷം ഇരിക്കുന്നു. ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, നമുക്ക് ഇടപെടാൻ അവസരം ഉണ്ടായിരുന്നില്ലെങ്കിൽ ചിലപ്പോൾ അടുത്തത് നെയ്യാറ്റിൻകര കോടതിയിലേക്ക് ഇങ്ങനെ പോകുമായിരുന്നു. അതെ. അല്ല, അതൊന്നും സംഭവിച്ചുകൂടായികയില്ല.